ഹായ് ഓൾ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSC സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമുക്ക് ഒരു ഒരു കോമ്പോസിറ്റ് ബാറിൽ അല്ലെങ്കിൽ ഒരു പ്രിസ്മാറ്റിക് ബാറിൽ നമ്മൾ ഒരു ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് സ്ട്രെസ് എന്താണെന്ന് പഠിച്ചു. അതിൽ ടെൻസൈൽ സ്ട്രെസ് ഉണ്ട്, കംപ്രസീവ് സ്ട്രെസ് ഉണ്ട്, ഷിയർ സ്ട്രെസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു? സ്ട്രെയിൻ എന്താണെന്ന് പഠിച്ചു. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു പ്രിസ്മാറ്റിക് ബാർ കൺസിഡർ ചെയ്യുന്നു. ഇതിലേക്ക് നമ്മൾ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നു. ആ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇപ്പോൾ ഇതിന്റെ ലെങ്ത് L ആണെങ്കിൽ L എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇവിടെ ആദ്യം ഒരു ഡയമീറ്റർ ഉണ്ടായിരുന്നു. സപ്പോസ് ഇതൊരു 50 ആണ് എന്ന് കരുതുക. ഈ 50ക്ക് എന്ത് സംഭവിക്കും? 50 വിൽ കുറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 40ലേക്കോ 35ലേക്കോ ഒക്കെ എത്തും അല്ലെ. കാരണം എന്താണ്? ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തിന് റിഡക്ഷൻ വരണം? ഈ പറഞ്ഞ ഡയമീറ്റർ റിഡക്ഷൻ വരണം. ഓക്കെ, ആക്ച്വലി നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്ത് ഇങ്ങനെയായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ഡിഫോർമേഷൻ ഉണ്ട്. എന്നാൽ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഡിഫോർമേഷൻ ഉണ്ട്, ഇതിന്റെ ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ. അപ്പൊ ഇവിടെയും എന്തുണ്ട്? ഒരു സ്ട്രെയിൻ ഇല്ലേ. ഈ സ്ട്രെയിൻ അറിയപ്പെടുന്ന പേരാണ് നമ്മുടെ സെക്കൻഡറി സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡറി സ്ട്രെയിൻ. ഓക്കെ, ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഉണ്ട്. ഒന്ന് പ്രൈമറി സ്ട്രെയിൻ, രണ്ട് സെക്കൻഡറി സ്ട്രെയിൻ. ഓക്കെ, അപ്പൊ ഇതിനെ ഈ പ്രൈമറി സ്ട്രെയിനെ നമുക്ക് ലീനിയർ സ്ട്രെയിൻ എന്ന് വിളിക്കാം. ഈ സെക്കൻഡറി സ്ട്രെയിനെ നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വിളിക്കാം. ക്ലിയർ? അതായത് നമുക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇതിന് ഡിഫോർമേഷൻ ഉണ്ട്. ആ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? രണ്ട് ഡയറക്ഷനിലും വരുന്നുണ്ട്. ബോത്ത് ഡയറക്ഷനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിഫോം ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ കൊടുത്ത ഫോഴ്സിന്റെ ഡയറക്ഷനിലും, രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇതിന്റെ പെർപെൻഡിക്കുലർ നേച്ചറിലും. ഇസ് ഇറ്റ് ക്ലിയർ? വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പറയുന്ന ലാറ്ററൽ സ്ട്രെയിനും ലീനിയർ സ്ട്രെയിനും തമ്മിലുള്ള ഒരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ അറിയപ്പെടുന്ന പേരാണ് പോയിസോൺസ് റേഷ്യോ. ക്ലിയർ ആണല്ലോ? അതായത് നമുക്ക് ഈ പറയുന്ന ഇനിയുള്ള കുറെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ പോയിസോൺസ് റേഷ്യോ മ്യൂ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരും. ഓക്കെ, ക്ലിയർ? പോയിസോൺസ് റേഷ്യോ എന്താണ്? പോയിസോൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ. അപ്പൊ എന്തെങ്കിലും യൂണിറ്റ് എന്തെങ്കിലും ഉണ്ടാവുമോ? അതിന് ഒരിക്കലും ഉണ്ടാവില്ല അല്ലെ. ഓക്കെ, ക്ലിയർ? കാരണം ഇതിന്റെ കാര്യം എന്നൊരു ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, എവരി യൂണിറ്റ് ലെങ്ത്തിൽ എത്രത്തോളം ഡിഫോർമേഷൻ ഒക്കർ ചെയ്യുന്നു എന്നുള്ളതാണ് ലീനിയർ സ്ട്രെയിന്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത്. സെക്കൻഡറി സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈഡ് ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഇതിന് ഡിഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഡിഫോർമേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഡെൽറ്റ ഡി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ ഡെൽറ്റ എൽ ബൈ എല്ലിനെ നമുക്ക് ലീനിയർ സ്ട്രെയിൻ ആയിട്ടും ഡെൽറ്റ ഡി ബൈ ഡിനെ നമുക്ക് എന്തായിട്ടും പറയാം? നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ ആയിട്ടും പറയാം. ഓക്കെ, ലാറ്ററൽ സ്ട്രെയിൻ ആയിട്ടും പറയാം. അപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് പ്രോബ്ലം വരാറുള്ളത് ചേഞ്ച് ഇൻ ഡയമീറ്റർ എത്രയാണെന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതിൽ എന്ത് തരില്ല? ഡെൽറ്റ എൽ ചിലപ്പോൾ തരില്ല. അതിന് പകരം മ്യൂ, ഈ പറയുന്ന പോയിസോൺസ് റേഷ്യോ മാത്രം തന്നിട്ട് നമുക്ക് പ്രോബ്ലംസ് വരും. ഓക്കെ, ക്ലിയർ? Ratio of lateral strain to linear strain is called Poisson's ratio. Lateral strain to linear strain. ഇപ്പൊ തന്നെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോട്ടോ. ലാറ്ററൽ ടു ലീനിയർ. കൂടുതലായിട്ടും ചേഞ്ച് ഇൻ ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ് ഇതിൽ നിന്ന് വരിക. യൂണിറ്റ് അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് എന്താണ്? ഇതിന്റെ മുകളിൽ എന്താണ്? ലാറ്ററൽ സ്ട്രെയിൻ യൂണിറ്റ് ഇല്ല, ഇവിടെയും യൂണിറ്റ് ഇല്ല. അപ്പൊ ഇതെന്താണ്? ഒരു യൂണിറ്റ് ലെസ് തന്നെയാണ് എന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം അല്ലെ. ലാറ്ററൽ സ്ട്രെയിൻ ഡയമെൻഷൻ ലെസ് ആണ്, ലീനിയർ സ്ട്രെയിൻ ഡയമെൻഷൻ ലെസ് ആണ്. അപ്പൊ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളുമില്ല. ഓക്കെ, ക്ലിയർ? അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ റിലേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി സാധാരണ രീതിയിൽ നെഗറ്റീവ് സൈൻ നമ്മൾ ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് ടെൻസൈൽ ലോഡിങ്ങിൽ ലീനിയർ സ്ട്രെയിൻ പോസിറ്റീവ് ആണ്, ലാറ്ററൽ സ്ട്രെയിൻ നെഗറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഈ നെറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ നമുക്ക് എന്തായിട്ട് കിട്ടണം? പോസിറ്റീവ് ആയിട്ട് തന്നെ കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ചില സമയങ്ങളിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? കാണിക്കാറുണ്ട്. അത് ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം മൈനസ് എന്താവും? പോസിറ്റീവ് ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ? അപ്പൊ പോയിസോൺസ് റേഷ്യോ എന്ന് പറയുന്ന സാധനം എന്താണ് നമ്മളോട് പറഞ്ഞു തരുന്നത്? ഹൗ മച്ച് എഴുതിക്കോ, ഫിസിക്കൽ മീനിങ് കൃത്യമായി എഴുതിക്കോ.
how much a material contract sideways when stretched. ഇതാണ് ഇതിന്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് റേഷ്യോ എന്ന രീതിയിൽ ബൈഹാർട്ട് ചെയ്ത് വെക്കാം. അതല്ല നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇതിന്റെ ഉദ്ദേശം ഇതാണ്, ഹൗ മച്ച് എ മെറ്റീരിയൽ കോൺട്രാക്ട് സൈഡ് വേസ് വെൻ സ്ട്രെച്ച്ഡ്, അല്ലെങ്കിൽ ഹൗ മച്ച് എ മെറ്റീരിയൽ എക്സ്പാൻഡ് സൈഡ് വേസ് വെൻ കംപ്രസ്ഡ്. ഏത് രീതിയിൽ വേണമെങ്കിലും പഠിച്ചു വെക്കുക. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. മ്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഡിനോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് കുറച്ച് ടിപ്പിക്കൽ വാല്യൂസ് ഓഫ് പോയിസൺ റേഷ്യോ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. കുറച്ച് വാല്യൂസ് ഉണ്ട്. സ്റ്റീലിന്റെ 0.25 to 0.33, സാധാരണഗതിയിൽ 1.3 to 1.4 ആണ് സാധാരണ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്റെ എല്ലാം തന്നെ എന്തുണ്ടാവുക, പോയിസോൺസ് റേഷ്യോ ഉണ്ടാവുക. 1/3 എന്ന് പറഞ്ഞാൽ 0.33 ആയി, 1/4 എന്ന് 0.25. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്റെയും പോയിസോൺസ് റേഷ്യോ ലൈ ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിലായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു വാല്യൂസിന്റെ ഉള്ളിൽ. ഇനി നമ്മൾ ഇതിന്റെ ഒരു എന്താ പറയുക, ഡെറിവേഷൻ ഒക്കെ ചെയ്ത് നമുക്ക് ഒരു ഫൈനൽ ഔട്ട്ലേക്ക് കിട്ടും. അതായത് പരമാവധി നമുക്ക് ഒരു മെറ്റീരിയലിന്റെ പോയിസോൺസ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 0.5 ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. 0.5. ഓക്കെ, അതായത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0.5. റബ്ബറിന്റെ ആണ് 0.5 എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഈ ചാർട്ടിൽ ഇല്ലാത്ത ഒരു കാര്യമുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. കോർക്ക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. അതിന്റെ പോയിസോൺസ് റേഷ്യോ എത്രയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? കോർക്ക് എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ പോയിസോൺസ് റേഷ്യോ എത്രയാണ്? കോർക്ക് എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ പോയിസോൺസ് റേഷ്യോ എത്രയാണ്? കോർക്കിന്റെ പോയിസോൺസ് റേഷ്യോ ആർക്കെങ്കിലും നിങ്ങളുടെ മെമ്മറിയിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. കോർക്കിന്റെ പോയിസോൺസ് റേഷ്യോ, കോർക്ക്, CORK, കോർക്ക്. ഈ നമ്മള് വിദേശത്തു നിന്നൊക്കെ വൈൻ കുപ്പിയൊക്കെ കൊണ്ടുവരുമ്പോഴേ കോർക്ക് വെച്ച് അടച്ചിരിക്കുന്ന കുപ്പി കാണാൻ പറ്റും. കോർക്ക് കൊണ്ട് അടച്ചിരിക്കുന്ന കുപ്പി ഒരു തുള്ളി പോലും ലീക്ക് ആവില്ല. കോർക്കിന്റെ പോയിസോൺസ് റേഷ്യോ അപ്പൊ എത്രയായിരിക്കും? കോർക്കിന്റെ പോയിസോൺസ് റേഷ്യോ എത്രയായിരിക്കും? അജ്മൽ, ബി, ബാലു, മറിയം, സോജി, ജാബിർ, ജിതിൻ. കാരണം പോയിസോൺസ് റേഷ്യോയുടെ ഫിസിക്കൽ മീനിങ് എന്തായിരുന്നു? അതായത് നമ്മൾ ഇത് ഇങ്ങോട്ട് വലിക്കുമ്പോൾ സൈഡ് വേയിൽ എത്രത്തോളം സ്ട്രെച്ചിങ് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനത്തെയോ ഫോഴ്സ് വന്നാലും നാച്ചുറൽ ഡയമെൻഷണൽ ഡീവിയേഷൻ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പോയിസോൺസ് റേഷ്യോ 0 ആയിരിക്കും. അപ്പൊ കോർക്കിന്റെ പോയിസോൺസ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ഇൻ PSC എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ വാല്യൂ ആണ്. മെറ്റീരിയൽ കോർക്ക് 0. കോൺക്രീറ്റ് 0.1 to 0.2. 0.1നും 0.2നും ഇടയിലാണ് കോൺക്രീറ്റിന്റെ പോയിസോൺസ് റേഷ്യോ എന്ന് പറയുന്നത്. 0.1നും 0.2നും ഇടയിലാണ് നമ്മുടെ കോൺക്രീറ്റിന്റെ പോയിസോൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഓർത്തിരിക്കേണ്ടത് മാക്സിമം പ്രാക്ടിക്കൽ വാല്യൂ ഓഫ് പോയിസോൺ റേഷ്യോ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0.5 ആണ്. ഇനി ചില മെറ്റീരിയലില് ഈ പറയുന്ന നെഗറ്റീവ് വാല്യൂ വരാറുണ്ട്. നെഗറ്റീവ് വാല്യൂ പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അക്സെപ്റ്റിക് മെറ്റീരിയൽസ് ആണ് അറിയപ്പെടാറുള്ളത്. ഇത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. SSC JE എക്സാമിനേഷനൊക്കെ ഈ ക്വസ്റ്റ്യൻ കയറി വരാറുണ്ട്. കേരള PS എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ബട്ട് SSC JE എക്സാമിനേഷന് കാണാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാല് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത്? തിന്നാവുക ചെയ്യേണ്ടത് അല്ലെ. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് തിന്നർ ഇറ്റ് വിൽ ബിക്കം വൈഡർ. ആ ഒരു കണ്ടീഷനെയാണ് എന്ന് പറയുന്നത് ഓക്സെറ്റിക് മെറ്റീരിയൽസ് കൺസിഡറേഷൻ ആയിട്ട് പറയുന്നത്. ഒരു സ്പെഷ്യൽ എഞ്ചിനീയറിംഗ് ഫോമുകളൊക്കെയാണ് ഓക്സെറ്റിക് മെറ്റീരിയൽസിന്റെ കാറ്റഗറിയിൽ വരിക. അപ്പൊ ഇവിടെ എന്താണ്? മെറ്റീരിയൽ ഹാവിംഗ് നെഗറ്റീവ് പോയിസോൺ റേഷ്യോ ആർ കോൾഡ് ഓക്സെറ്റിക് മെറ്റീരിയൽ. മെറ്റീരിയൽ ഹാവിംഗ് നെഗറ്റീവ് പോയിസോൺ റേഷ്യോ ആർ കോൾഡ് ഓക്സെറ്റിക് മെറ്റീരിയൽ. നോട്ട് ചെയ്ത് വെക്കുക, ഓക്സെറ്റിക് മെറ്റീരിയൽ. നോട്ട് ചെയ്തോ. പുതിയതായിട്ടാണ് നമ്മളൊരു കാര്യം കേൾക്കുന്നതെങ്കിൽ നമ്മൾ പുതിയതായിട്ട് കിട്ടിയ ഒരു സാധനം നമ്മൾ അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്സെറ്റിക് നാളെ തന്നെ റിവൈസ് എന്ത് ചെയ്യാം? മസ്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്യാം കേട്ടോ.
കാരണം സ്ട്രെസ് സ്ട്രെയിൻ പോയിസോൺ റേഷ്യോ ഒക്കെ നമ്മൾ ഫ്രീക്വന്റ്ലി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. സോ നമ്മൾ പെട്ടെന്ന് മറക്കില്ല. കോർക്കിന്റെ വാല്യൂ നമ്മുടെ മനസ്സിലുണ്ടാവണം, 0 ആണ്. ആ 0 ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ലിക്വിഡ് ബോട്ടിലുകളുടെ അടപ്പിന് വേണ്ടിയിട്ട് കോർക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്യാനുള്ള കാരണം അതാണ്. പരമാവധി പോയിസോൺ റേഷ്യോ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0.5 ആണ്. റബ്ബറിന്റെ 0.5 ആണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ എഞ്ചിനീയറിംഗ് മെറ്റീരിയലിന്റെ പോയിസോൺ റേഷ്യോ ലൈ ചെയ്യുന്നത് 1.3 തൊട്ട് 1.4 വരെയാണ്. 1.3 എന്ന് പറഞ്ഞാൽ 0.33, 1.4 എന്ന് പറഞ്ഞാൽ 0.25. Is it clear? Are you following till now? നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? നമ്മൾ ആദ്യം പറഞ്ഞത് ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ട്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്ട്രെയിൻ ആണ്. പിന്നെ ലീനിയർ സ്ട്രെയിൻ ഉണ്ട്. ഇത് തമ്മിലുള്ള ഒരു റേഷ്യോ, ആ റേഷ്യോ അറിയപ്പെടുന്ന പേരാണ് പോയിസോൺസ് റേഷ്യോ. അപ്പൊ ഡിഫറെന്റ് മെറ്റീരിയൽസിന്റെ പോയിസോൺ റേഷ്യോ ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാറുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കോർക്കിന്റെ 0 എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന്റെ വേരി ചെയ്യുന്നത് 0.25 തൊട്ട് 0.33 ആണ്. ചിലപ്പോൾ അത് എങ്ങനെ ഓപ്ഷൻ വരാം, 1/4 to 1/3 എന്നും വരാം. ഓക്കെ, കോൺക്രീറ്റ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് 0.1 to 0.2. ഓക്കെ, പിന്നെ അത് തന്നെ ഈ പറയുന്ന RCC ആണെങ്കിൽ 0.18ഉം ഈ PCC ആണെങ്കിൽ 0.15 ചില ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ബട്ട് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും ഓക്കെ ആണെങ്കിൽ യു ക്യാൻ റൈസ് യുവർ ഹാൻഡ്. ഓക്കെ, ഇത് ഓർത്ത് വെച്ചോളാം. mu is equal to 0 കോർക്ക്. എന്തുകൊണ്ടാണ്? when cork is compressed axially it does not expand sideways significantly. ബോട്ടിൽ സ്റ്റോപ്പേഴ്സ്, ഗ്യാസ്കറ്റ്സ് ഒക്കെ ആയിട്ട് അതുകൊണ്ട് യൂസ് ചെയ്യുന്നു. mu is equal to 0.1 to 0.2 കോൺക്രീറ്റ്. അപ്പൊ കോൺക്രീറ്റ് എന്ന് പറഞ്ഞ ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ വെരി ലിറ്റിൽ ലാറ്ററൽ ഡിഫോർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. പുറത്തിരിക്കുക. അപ്പൊ ടിപ്പിക്കൽ വാല്യൂ പ്ലെയിൻ കോൺക്രീറ്റ് 0.15, റെയിൻഫോഴ്സ്ഡ് 0.18 to 0.8. അപ്പൊ ഈ ഒരു വാല്യൂ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതിനെ എടുത്ത് ചോദിക്കാറില്ല, ഇതാണ് കൂടുതലായിട്ട് ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർപൊസിഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. എനിബഡി? ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ എന്താ പറയാ ഡിഫോർമേഷന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? PL/A. PL/A is very 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 important equation. PL/A. ഓക്കെ, അപ്പൊ നമ്മളൊരു എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ലോഡ് വരും. ഇപ്പൊ ഒരു ക്രെയിനിന്റെ ഹുക്ക് കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ക്രെയിനിന്റെ ഹുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ മുകളിൽ നമ്മൾ ലോഡ് കൊടുക്കുന്നു. ഇതിന് താഴെയുള്ള ലോഡ് എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു, അല്ലെ? അതായത് ഇതിന്റെ സ്വന്തം വെയിറ്റ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ഈ ക്രെയിൻ ഹുക്ക്, അതായത് വെയിറ്റ് ഓഫ് ദി ലോഡ് അതിങ്ങനെ മാറി മാറി വരുന്നു. ടൈ റോഡിൽ നമ്മൾ സെവറൽ പോയിന്റ്സിൽ പുൾ ഔട്ട് ചെയ്യുന്നു. പിന്നെ സ്റ്റെപ്ഡ് ബാർസുകൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ പല സ്ഥലത്ത്, അതായത് ഇങ്ങനെ ഒരു ബാർ കൺസിഡർ ചെയ്യാം. ഇങ്ങോട്ടൊരു 15 ന്യൂട്ടൺ, ഇവിടെ ഒരു 30 ന്യൂട്ടൺ. ഇങ്ങനെ ഒരിക്കലും ബാലൻസ്ഡ് ആവില്ല. അപ്പൊ ഇതിന്റെ വേറെ എവിടെയെങ്കിലും ഒരു പോയിന്റ് എന്തുണ്ടാവും? ഈ 20 ന്യൂട്ടൺ കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം അപ്പൊ ഇവിടെ കണ്ടോ. അപ്പൊ ഇവിടെ L, ഇത് L. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്? ഇത് L1 എന്ന് എഴുതാം, ഇത് നമുക്ക് L2 എന്ന് എഴുതാം. സി, അപ്പൊ ഈ ഒരു പോയിന്റ് ഡിഫോർമേഷൻ ഉണ്ട്, ഇന്റർ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, ഇവിടെയും ഡിഫോർമേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെയും ലോഡ് ഉണ്ട്, ഇവിടെയും ലോഡ് ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഫ്രീ ബോഡി ഡയഗ്രാംസ് ആയിട്ട് തിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ഈച്ച് ഫോഴ്സിനെ ഇൻഡിവിജ്വലി ആയിട്ട് എടുക്കുന്നു. ദെൻ ഇതിന്റെ ഡിഫോർമേഷൻ സെപ്പറേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ദെൻ ആഡ് ചെയ്യുന്നു. ഈ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ കിട്ടുന്ന റിസൾട്ട് ആണ് നമ്മുടെ ടോട്ടൽ ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ന് പേരിട്ട് വിളിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അതായത് ഇതിന്റെ ടോട്ടൽ ഡിഫോർമേഷൻ ഓഫ് എ ബോഡി എന്ന് പറയുന്നത് സെവറൽ ലോഡ് സൈമൾട്ടേനിയസിലായിട്ട് ഒരു പർട്ടിക്കുലർ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടോട്ടൽ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് ഈ സെപ്പറേറ്റ് ആയിട്ട് ലോഡിനെ എടുത്തിട്ട് നമുക്ക് സമ്മ് ചെയ്താൽ കിട്ടും. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് ബിഹൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ആക്കുക. ഡിവൈഡ് ദ ബാർ ഇൻടു സെക്ഷൻസ്. അതായത് നമുക്ക് ഓരോ സെക്ഷന്റെ ഡിഫോർമേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ ജസ്റ്റ് ആഡ് ഓൺ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ടോട്ടൽ ഡെൽറ്റ L is equal to ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 പ്ലസ് ഡെൽറ്റ L3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി ലെങ്ത് ആണ് വേരി ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ലെങ്ത്തും ആൻഡ്
ലോഡും പിയും ഇത് രണ്ടും വേരി ചെയ്യുന്നു. ഏരിയ മാറുന്നുണ്ടോ? ഇല്ല. ഇ മാറുന്നുണ്ടോ? മാറുന്നില്ല. അപ്പൊ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു 1/AE ഇൻറ്റു എന്തെഴുതാം? P1L1 പ്ലസ് P2L2 പ്ലസ് P3L3 എന്ന് എഴുതാം. ഈ ഇക്വേഷനാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? പിന്നെ ഇത് എവിടെയൊക്കെ വർക്ക് ചെയ്യും അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇത് എവിടെയൊക്കെയാണ് വാലിഡ് ആയിരിക്കുക എന്നും കൂടെ അറിഞ്ഞിരിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ലോഡിംഗ് എന്ന് പറയുന്നത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കണം. അതായത് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ റെയിൻ ഹുക്സ് ലോ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഫസ്റ്റ്, അതായത് മെറ്റീരിയൽ ഒബേസ് ഹുക്സ് ലോ. സ്ട്രെസ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഡിഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. അതല്ലാതെ ഒരു ലാർജ് ഡിഫോർമേഷൻ നടക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മെറ്റീരിയൽ ഹോമോജീനിയസ് ആയിരിക്കണം, ഐസോട്രോപിക് ആയിരിക്കണം. ഹോമോജീനിയസ് ആയിരിക്കണം ആൻഡ് ഐസോട്രോപിക് ആയിരിക്കണം. ഐസോട്രോപിക് എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഹോമോജീനിയസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ നോക്കി ഞാനൊരു പ്രോബ്ലം ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഇതിൽ സാധാരണ വരിക. ഒരു സ്റ്റീൽ ബാറിൽ ക്രോസ് സെക്ഷൻ ഏരിയ 200 mm² എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ലോഡ് ചെയ്തായിട്ട് കാണുന്നു. ഈ ലോഡ് ചെയ്ത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോളാം? നേരെ നമ്മൾ ഇതിനെ ഫ്രീ ബോഡി ഡയഗ്രാംസ് എടുത്തിരിക്കുക. ദിസ് ഇസ് ദ വൺ, ദിസ് ഈസ് ദ സെക്കൻഡ് വൺ, അല്ലേ? അപ്പൊ ഇവിടെ 20 kN 20 kN, ഇവിടെ 50 ആണല്ലോ. 15 20 മാറ്റി എത്രയുണ്ട്? ബാക്കി 30. ഇവിടെ 30 ഉണ്ട്. അപ്പൊ ഇവിടെ ബാലൻസ്ഡ് ആയി നോക്കിയേ, 20 + 30 50. ഇവിടെ 20 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്. ബാലൻസ്ഡ് അല്ലേ? അത് കഴിഞ്ഞിട്ട് 1/AE എ തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്. ജസ്റ്റ് P1L1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ക്ലിയർ ആണോ? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് നിങ്ങൾക്ക് ഒരൊറ്റ ക്വസ്റ്റിനെ കയറി വരുള്ളൂ. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന സാധനത്തിന്റെ ആ ഇതുണ്ടല്ലോ, അതായത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റ് തരും. അത് എന്ത് ലോ ആണെന്ന് ചോദിക്കും. ദാറ്റ്സ് ഇറ്റ്. അതിനപ്പുറത്തോട്ട് ക്വസ്റ്റ്യൻ ഒന്നും വരാറില്ല. പിന്നെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യേണ്ട ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ ആണോ? കിട്ടിയോ? ഓക്കെ. അപ്പം ഇത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താണെന്നും കൂടെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്കിത് ഒരുപാട് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഉണ്ട്. ലൈക്ക് ഈ റോപ്പുകൾ, റെയിൽവേ ട്രാക്കുകൾ, ബ്രിഡ്ജിന്റെ കേബിളിന്റെ സാധനങ്ങളിൽ ഇവിടെയൊക്കെ നമുക്ക് ഇത് ആവശ്യമായിട്ട് വരും. പിന്നെ നമുക്ക് ഇതിന്റെ സൈൻ കൺവേർഷൻ യൂസ് ചെയ്യുന്ന ടെൻസൈൽ ലോഡിന് എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടും കംപ്രസീവ് ലോഡിന് നെഗറ്റീവായിട്ടും ആയിരിക്കും നമ്മൾ ഇതിന്റെ സൈൻ കൺവെൻഷൻ എടുക്കുക. അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെ എന്താ പറയാ, ഇതിൽ നിന്ന് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറൊന്നുമില്ല. ആ PL/AE മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷൻ എപ്പോഴാണ് വാലിഡ് ആവാന്നും കൂടെ ഓർത്തിരുന്നാൽ മതി. വേറെ ഒന്നും ഇവിടെ നിന്ന് അങ്ങനെ കയറി വരാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഇക്വേഷൻസ് ഒന്നും ഓർത്തിരിക്കുക. എന്തൊക്കെ നമ്മൾ പഠിച്ചു എന്നുള്ളത്. ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് Δ/L ആണ്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ Δ/D/D ആണ്. പോയിസോൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ, ലാറ്ററൽ ടു ലീനിയർ ആണ് കേട്ടോ. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ ഒക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ ഇത് കണ്ടോ, സൂപ്പർപോസിഷൻ ഇക്വേഷൻ, ലാറ്ററൽ സ്ട്രെയിൻ. ഇപ്പൊ പോയിസോൺ റേഷ്യോ നമുക്ക് ഇങ്ങനെ എഴുതാലോ, അല്ലേ? ഇങ്ങനെ എഴുതാം. ഇവിടെ നോക്കി, ഇപ്പൊ ചേഞ്ച് ഇൻ ഡയമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ, കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ചേഞ്ച് ഇൻ ഡയമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ മ്യൂ ഇൻറ്റു ഈ സ്ട്രെയിൻ, അല്ലേ? അപ്പൊ അല്ലെങ്കിൽ Δ/L/L ഇൻറ്റു ഫസ്റ്റ് ഡി എന്നാൽ മതി. അപ്പൊ കൂടുതലായിട്ട് എന്ത് വരും? ലീനിയർ സ്ട്രെയിന്റെ വാല്യൂ തരും, ഈ പറയുന്ന മ്യൂ തരും. മ്യൂ തന്നിട്ട് നേരിട്ട് ചേഞ്ച് ഇൻ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് വരിക. ഈ 3 വാല്യൂ കൂടുതലായിട്ട് തന്നിട്ട് ചേഞ്ച് ഇൻ ഡയമീറ്റർ നേരിട്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് വന്നത്? ജസ്റ്റ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇത്രയും ഇക്വേഷൻസ് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. ഓക്കെ ആണോ? ഇന്ന് ഞാൻ ചെറിയൊരു ക്ലാസ് റെക്കോർഡ് ഇടാന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ റോബിൻ സാർ ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന്
നമ്മൾ ലൈവിലേക്ക് തന്നെ വന്നത്. ഇനി നമുക്ക് നാളെ പഠിക്കാനുള്ളത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പഠിക്കാനുള്ളത് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഫൗണ്ടേഷൻ പറഞ്ഞു പോവാം. അപ്പൊ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിക്കുമ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം എന്നൊരു സാധനം നമ്മൾ പഠിക്കുകയാണ് അല്ലെ. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം. അപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഇതിലൊരു ഡിഫോർമേഷൻ ഉണ്ട്. ഇപ്പൊ പി ആൻഡ് ഡിഫോർമേഷൻ ഡെൽറ്റ എൽ ആണല്ലോ. പക്ഷെ നമ്മ ഒരിക്കലും ലോഡ് വീഴ്സ് ഡിഫോർമേഷൻ ഡയഗ്രം വരയ്ക്കാറില്ല. നമ്മൾ ആകെ വരയ്ക്കുന്നത് എന്താണ്? സ്ട്രെസ് വീഴ്സ് സ്ട്രെയിൻ ആണ്. എന്റെ ക്വസ്റ്റ്യൻ നാളത്തെ ക്ലാസ്സിന് മുമ്പ് നോക്കി വെക്കുക. എന്തുകൊണ്ടായിരിക്കും ലോഡ് വീഴ്സ് ഡിഫോർമേഷൻ വരയ്ക്കാതെ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ വരയ്ക്കുന്നത്? അപ്പൊ നിങ്ങളുടെ ബ്രെയിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാം, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇക്വേഷനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടായിരിക്കും ഫോഴ്സ് വീസ് അല്ലെങ്കിൽ നമ്മുടെ പി വേഴ്സ് ഡിഫോർമേഷൻ വരയ്ക്കാതെ സ്ട്രെസ് വൈ സ്ട്രെയിൻ വരയ്ക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതിന് നാളെ കേട്ടോ. ഓക്കെ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് നോക്കോ. നോട്ട് 1. സെക്കൻഡ് വൺ ഈസ്, നമ്മൾ എപ്പോഴും പി ബൈ എ ഇതാണ് സ്ട്രെസ്. ഓക്കെ, ഇത് നമ്മൾ എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് പറയാം. കാരണം ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതാണ് ഇപ്പൊ ഏരിയ ഉണ്ടെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഏരിയ വിൽ ഡിക്രീസ് അല്ലെ. ഏരിയ കുറഞ്ഞു വരും. അപ്പൊ ആക്ച്വലി അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിന് നമുക്ക് എന്താ എടുക്കേണ്ടത്? ഈ പറയുന്ന എ ഒറിജിനൽ ആയിരുന്നു എടുക്കേണ്ടത്. അപ്പൊ പി ബൈ ഒറിജിനൽ ഏരിയ നമ്മൾ എടുക്കേണ്ടിയിരുന്നത്. ബട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്? ഡിഫോർമേഷന് ബിഫോർ ഡിഫോർമേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ സിഗ്മ എഞ്ചിനീയറിംഗ് എന്നും ഇതിനെ നമ്മൾ സിഗ്മ ട്രൂ ശരിയായ സ്ട്രെസ് എന്നാണ് പറയാറുള്ളത്. എന്തുകൊണ്ടായിരിക്കും സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ ഈ പറയുന്ന ട്രൂ എടുക്കാതെ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് സ്ട്രെസ് കൺസിഡർ ചെയ്യുന്നത്? ഈ രണ്ട് ക്വസ്റ്റിനെ വെറുതെ നമ്മളൊന്ന് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി കിട്ടിയില്ലെങ്കിലും നേരെ ക്ലാസ്സിലേക്ക് പോരെ, ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ്? കോർക്കിന്റെ വാല്യൂ എത്രയായിരുന്നു? കോർക്ക് വാല്യൂ ഓഫ് കോർക്ക്. കോൺക്രീറ്റ് എത്രയായിരുന്നു? കോൺക്രീറ്റ് എത്രയായിരുന്നു? ഓക്കെ, 0.1 to 0.2. പോയിസോൺ റേഷ്യോ നെഗറ്റീവ് വരുന്ന മെറ്റീരിയൽ അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? അതായത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? സാധാരണഗതിയിൽ ഡയമീറ്റർ കുറയുന്നതിന് പകരം ഡയമീറ്റർ കൂടുന്ന അവസ്ഥ. ഓക്സിറ്റ്. പ്രിൻസിപ്പൽ ഓഫ് സൂപ്പർപോസിഷൻ ഓക്കെ ആണല്ലോ അല്ലെ. 1/A into P1 സിമ്പിൾ ആണ്. P1 N1 plus P2 L2 ലൈക്ക് ദാറ്റ്. ഓക്കെയാണ്. ഇതിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബുക്ക് മറിച്ച് ഒന്ന് ഇത് ചെയ്യാം, പിന്നെ വിട്ടേക്കാം. നമുക്ക് കാര്യങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ ഓർമ്മ വന്നോളൂ. ഓക്കെ, ഞാൻ സ്ലൈഡിൽ പരമാവധി പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും നോട്ട് എഴുതാൻ സമയമുണ്ടെങ്കിൽ എഴുതുക കേട്ടോ. കോൺക്രീറ്റ് വാല്യൂ 0.1 to 0.2. പ്ലെയിൻ കോൺക്രീറ്റ് ആണെങ്കിൽ 0.15. RCC യിലേക്ക് വരുമ്പോൾ 0.18 ആ ഒരു റേഞ്ച്. കാരണം അതിലേക്ക് നമ്മൾ വരുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ടെക്സ്റ്റ് ബുക്സ് മാറുന്നതിനനുസരിച്ച് ചില വേരിയേഷൻസ് ഉണ്ടാവും. ബട്ട് നോർമലി 0.1 to 0.2 ആണ് നമ്മുടെ PSC യുടെ എല്ലാ എക്സാമിനേഷനും വന്നിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു സ്ക്രീൻ ക്യാപ്ചർ ഇട്ടിട്ടില്ലേ, അവിടെ 0.8 കിടക്കണ്ടോ? കുഴപ്പമില്ല, ഡോണ്ട് വറി. നമുക്ക് എപ്പോഴും ഈ പോയിസോൺ റേഷ്യോ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ മനസ്സിലാവും എത്രയാണ് നമ്മൾ കുത്തേണ്ടത് എന്നുള്ളത്. ഒരിക്കലും ഈ 0.1, 0.15, 0.2 എന്ന് പറയുന്ന ഓപ്ഷൻ വരില്ല. ഓക്കെ,
അങ്ങനെയുള്ള എന്താ പറയുക എക്സാക്ട് പോയിന്റ് വാല്യൂ ഒക്കെ എടുത്ത് ചോദിക്കുന്നത് സാധാരണ ഐ ടി എക്സാമിനേഷൻ ആണ്. ഡിപ്ലോമ തൊട്ട് അങ്ങോട്ട് അങ്ങനത്തെ പ്രശ്നമില്ല. നമ്മൾ കൺസെപ്റ്റും കൂടെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കയറി വരുള്ളൂ. കാരണം 0.1 to 0.2 വേരി ചെയ്യാം എന്ന് നമുക്ക് അറിയാം. സോ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ വരുള്ളൂ കേട്ടോ, ഓപ്ഷൻസ്. ഇങ്ങനെ ഞാൻ വല്ല വൈൻഡപ്പ് ചെയ്താലോ? നമ്മളൊരു കുഞ്ഞു ക്ലാസ് ആയിപ്പോയി. നമുക്ക് അടുത്ത ക്ലാസ് തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടാവും. പറ്റുകയാണെങ്കിൽ സൺഡേ ഒരു ക്ലാസ്സും കൂടെ വെക്കാം കേട്ടോ, നമ്മുടെ ടൈം പോലെ നോക്കിയിട്ട്. ഓക്കെ. മഴയൊക്കെ എല്ലായിടത്തും മഴ എന്താ അവസ്ഥ? ഇന്നലെ ഇവിടെ ഒരു രക്ഷയുണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു. ക്ലാസ് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി, സൗണ്ടും കറണ്ടില്ലായി, ഇടയ്ക്കിടയ്ക്ക് പവർ കട്ടും ഒക്കെ ആയിട്ട്. നിയമല മൈൻഡപ്പ് ചെയ്തോട്ടെ, വേറൊന്നുമില്ലെങ്കിൽ. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.